അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1226. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അത്തിയ്യത്ത് ബിൻ ഉർവത്തി സഅദി അസ്വഹാബി റളിയല്ലാഹു അൻഹു ഖാൽ, അത്തിയ്യ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ യബ്ലുഗുൽ അബ്ദു, ഒരടിമ എത്തുകയില്ല, അൻ യകൂന മിനൽ മുത്തഖീൻ, അവൻ മുത്തഖീങ്ങളിൽപ്പെട്ടവനാവാൻ, മുത്തഖീങ്ങളുടെ ആ ഒരു പോസ്റ്റിലേക്ക് ഒരു അടിമ എത്തൂല, ഹത്താ യദഅ മാ ലാ ബഅസ ബിഹി, കുറ്റകരമല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നത് വരെ. ഹദറം മിമ്മാ ബിഹി ബഅസുൻ, കുറ്റകരമായ തെറ്റായ കാര്യത്തിൽ അകപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് ഒരു പക്ഷേ തെറ്റല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നത് വരെ മുത്തഖീങ്ങളുടെ പദവിയിലേക്ക്, ആ ഒരു പോസ്റ്റിലേക്ക് ഒരു അടിമ എത്തുകയില്ല. ഈ ഹദീസ് നൽകുന്ന പാഠം, ചില അനുവദനീയമായ കാര്യങ്ങളും നാം ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. എന്തുകൊണ്ട്? തെറ്റായ കാര്യത്തിൽ അകപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് അനുവദനീയമായ കാര്യങ്ങളും ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. എന്നാലേ അവൻ മുത്തഖീങ്ങളുടെ ലിസ്റ്റിൽ പെടുള്ളൂ. ഇതൊരു സൂക്ഷ്മമായ ഒരു റൂട്ടാണത്. ഉഇദ്ദത്തുൽ മുത്തഖീൻ, സ്വർഗം അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ്. ആ മുത്തഖീങ്ങളുടെ ലിസ്റ്റിൽ പെടണമെങ്കിൽ കുറച്ച് അധ്വാനിക്കണം. അപ്പോൾ അനുവദനീയമായ പല കാര്യങ്ങളും ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. കാരണം ആ അനുവദനീയമായ കാര്യത്തിൽ നമ്മൾ ചെന്നുകൂടുമ്പോൾ അത് തെറ്റായ കാര്യത്തിൽ അകപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അനുവദനീയമായത് മാറ്റി നിർത്തേണ്ടി വരും. അത് ഒരു സൂക്ഷ്മതയുള്ള ആളുടെ സ്വഭാവമാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ആവശ്യമില്ലാതെ അങ്ങാടികളിലേക്ക് ഇറങ്ങുക. ഒരാവശ്യമില്ല, അങ്ങാടികൾ പോയൊരു ടൈം പാസ്, ഒരു ഈനാസ് കിട്ടാൻ വേണ്ടി അങ്ങാടിയിലേക്ക് ഇറങ്ങും. അവിടെ ഇറങ്ങി അവിടെ കാണുന്നവരോടൊക്കെ സൊറ പറഞ്ഞു നിൽക്കുക, ഇതൊരു നല്ല ശീലമല്ല. അത് തെറ്റല്ലെങ്കിലും പലപ്പോഴും അത് തെറ്റിലേക്ക് അകപ്പെടാൻ സാധ്യതയുണ്ട്. പല ഹറാമും കാണാനും കേൾക്കാനും ഒക്കെ സാധ്യതയുണ്ടായതുകൊണ്ട് ഇത്തരം തെറ്റിൽ അകപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, തെറ്റിൽ അകപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് അനുവദനീയമായ കാര്യങ്ങൾ പലപ്പോഴും ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. എന്നാൽ നമ്മൾ മുത്തഖീങ്ങളുടെ ലിസ്റ്റിൽ പെടുള്ളൂ. മുത്തഖീങ്ങൾക്കേ വിജയിക്കാൻ കഴിയുള്ളൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അമലുകളൊക്കെ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങൾ മാത്രം. മഹത്തുക്കളായ ആളുകളൊക്കെ ധാരാളം ഇബാദത്ത് ചെയ്ത മഹത്തുക്കളൊക്കെ മരണസമയത്ത് കരയാണ്. എന്ത് ഖുർആനിലെ ഒരു ആയത്താണ് എന്നെ കരയിപ്പിച്ചത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇബാദത്തൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ, ഞാൻ മുത്തഖീങ്ങൾ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ എന്നവർ ഭയപ്പെട്ടിരുന്നു. ആ ഒരു ഭയം ഉള്ള ആളുകൾ പലപ്പോഴും തെറ്റല്ലാത്ത കാര്യങ്ങൾ തെറ്റിലകപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് ഒഴിവാക്കേണ്ടി വരുമെന്നാണ് ഈ ഹദീസ് നൽകുന്ന പാഠം. അള്ളാഹു മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.